ഹായ്, നമുക്ക് എങ്ങനെ ഓറിഫ്ലേമിൽ ഒരു ഫ്ലിപ്പ് ബുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫ്ലിപ്പ് ബുക്ക് എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു കസ്റ്റമറിന് കുറേ ലിപ്സ്റ്റിക്കിൻ്റെ പ്രൈസും കാര്യങ്ങളും അറിയണം. അപ്പം നമുക്ക് ആ ലിപ്സ്റ്റിക്കിൻ്റെ മാത്രം വെച്ച് ഓറിഫ്ലേമിൻ്റെ മന്ത്ലി കാറ്റലോഗിനെ നമുക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഓഫർ വെച്ച് മാത്രം നമുക്കൊരു ഓൺ കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലിപ്പ് ബുക്ക് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമുക്ക് ആദ്യമേ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. in.oriflame.com എന്നുള്ള വെബ്സൈറ്റ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് നമ്മുടെ മെമ്പർ IDയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്തതിന് ശേഷം മൈ അക്കൗണ്ടിലേക്ക് പോവുക. മൈ അക്കൗണ്ടിൽ നമുക്ക് ബിസിനസ് ടൂളിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യാം. ബിസിനസ് ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ബിസിനസ് ടൂൾ ഓപ്പൺ ആയിട്ട് വരും. ബിസിനസ് ടൂളിനകത്ത് ഷെയർ ആൻഡ് ഏണിംഗ് ക്ലിക്ക് ചെയ്യുക. അവിടെ പേഴ്സണൽ ബ്യൂട്ടി സ്റ്റോർ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ബ്യൂട്ടി സ്റ്റോർ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കാറ്റലോഗ് കിട്ടും. ആ കാറ്റലോഗിനവിടെ കാണുന്ന ആ ഗ്രീൻ കളറെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കാറ്റലോഗിൻ്റെ ലിങ്ക് നമ്മുടെ ഇതിലേക്ക് കോപ്പി ചെയ്തിട്ടുണ്ടായിരിക്കും. അത് എന്നിട്ട് നമ്മളൊരു പുതിയ ഗൂഗിൾ ക്രോമിൻ്റെ ഒരു പുതിയ പേജ് എടുത്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ കാറ്റലോഗ് അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ഇവിടെ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ലൈൻസ് കണ്ടോ, അതെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ബിൽഡ് യുവർ ഫ്ലിപ്പ് ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാം, ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോ പേജ് വെച്ച് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമുക്ക് ഏത് പേജാണോ ആവശ്യമുള്ളത് ആദ്യത്തെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന ലിപ്സ്റ്റിക് അല്ലേ, അപ്പോൾ ലിപ്സ്റ്റിക്കിൻ്റെ ഫസ്റ്റ് പേജ് ക്ലിക്ക് ചെയ്ത് ഇടുക. അത് സെലക്ട് ആയി. അങ്ങനെ ഓരോ പേജ് വെച്ചിട്ട് സെലക്ട് ചെയ്ത് പോവുക. ഏതൊക്കെ പേജിൽ ലിപ്സ്റ്റിക്കിൻ്റെ ഓഫറുണ്ടോ അതെല്ലാം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ക്രിയേറ്റ് ഫ്ലിപ്പ് ബുക്ക് എന്നുള്ള ഓപ്ഷൻ വരും. അത് വെച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതിൻ്റെ പ്രിവ്യൂ ആണ് കാണുന്നത്. അതിനുശേഷം ഈ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തെടുക്കണേ, ഷെയർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ദെൻ വന്നിട്ട് ഇത് നമുക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പേജിലേക്ക് ഇത് പേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് കസ്റ്റമറിന് ഇതെങ്ങനെയാണോ കാണുന്നത് ആ രീതിയിലായിരിക്കും ഫ്ലിപ്പ് ബുക്ക് നമുക്ക് ഓപ്പൺ ആയിട്ട് വരിക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്ലിപ്പ് ബുക്ക് ഇപ്പം 116 പേജ് ഉണ്ടായിരുന്ന കാറ്റലോഗിൽ നിന്ന് ജസ്റ്റ് 12 പേജ് ഉള്ളതായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതിലിപ്പോൾ കസ്റ്റമറിന് ഏത് പ്രൊഡക്റ്റാണോ വേണ്ടത് അവർക്ക് വേണ്ട ലിപ്സ്റ്റിക് ഈസി ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഓരോ പേജായിട്ട് നമുക്ക് കാണാൻ പറ്റും. കസ്റ്റമറിന് ഇതിലൊരു ലിപ്സ്റ്റിക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ആ ബാഗിൻ്റെ സിമ്പിളെ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അത് അവരുടെ കാർട്ടിലേക്ക് വീഴും.